നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത സിദ്ധാരാമയ്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം വലിയ ഒരു അഴിമതി നടത്തിയെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിൻ്റെ അകത്ത് ആരോപണവിധേയമാണ് എന്നതുമാണ് കർണാടകത്തിലെ ഗവർണറുടെ മുന്നിൽ വന്ന വിഷയം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് ചെയ്യുന്നതിനിടയിൽ സിദ്ധാരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സിദ്ധാരാമയ്യ രാജിവെക്കുമോ എന്നതാണ് രാഷ്ട്രീയ മേഖലയുടെ പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് അതിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുക? സിദ്ധരാമയ്യ രാജിവെക്കില്ല. അതിൻ്റെ കൂടെ വന്ന വാർത്ത അവരിന്ന് തന്നെ ഗവർണറുടെ ഈ അനുമതി കർണാടക ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് അനുമതി കൊടുത്തു എന്നുള്ളതാണ് അവരുടെ പ്രധാന പോയിൻ്റ്. ഈ മൈൻഡ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ലോ. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഹാസ് നോട്ട് അപ്ലൈഡ് ഹിസ് മൈൻഡ് പ്രോപ്പർലി വിത്തിൻ ദിസ് ഷോർട്ട് പീരീഡ് ഹി മൈറ്റ് നോട്ട് ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതികൾ നിരീക്ഷണം നടത്താറുണ്ട്. ഇപ്പോൾ വേണ്ട സമയമെടുത്തല്ല ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അനുമതി ചോദിച്ചു, അനുമതി കൊടുത്തു. അപ്പോൾ അത് ഒരു ശരിയല്ല. അതായത് പരിശോധിച്ച് അതിൻ്റെ അകത്ത് ആത്മനിഷ്ഠമായ ഭാവമാണ് മുന്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ കോടതികൾക്ക് പറയാം. അല്ലെങ്കിൽ കോടതിക്ക് ചുമ്മാ ഒരു നോട്ടീസ് അയച്ചിട്ട് മിണ്ടാതിരിക്കാം. ഒരു നിരീക്ഷണമൊന്നും നടത്താതെ ചുമ്മാ ശരി ഒരു കേസ് വന്നു, എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു, പോസ്റ്റ് ഇറ്റ് ആഫ്റ്റർ 4 weeks എന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞു, ചീറ്റിപ്പോവും അല്ല. ബട്ട് സിദ്ധരാമയ്യ ടെക്നിക്കലി ഇങ്ങനൊരു കേസ് വന്നു എന്ന് വിചാരിച്ചിട്ട് രാജിവെക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടിക്കുള്ളിലെ ഡൈനമിക്സ് പോലെ ഇരിക്കും. അതായത് ഇത് DK ശിവകുമാറിന് ഒരു അവസരമാണ് മുഖ്യമന്ത്രിയാവാൻ. കാരണം സിദ്ധരാമയ്യക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അഴിമതി ആരോപണത്തിൽ സിദ്ധരാമയ്യ പെട്ടു. ടെക്നിക്കലി അതുണ്ടാക്കിയെടുത്തതാണ്, ഗവർണർ മനഃപൂർവ്വം ചെയ്തതാണ്. എന്തുമായിക്കോട്ടെ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നിട്ട് അത് ഗവർണർ വരെ എത്തിച്ചല്ലോ ഏതോ ഒരു മനുഷ്യൻ. അയാൾ ചിലപ്പോൾ BJP-കാരനായിരിക്കും. എന്തുമായിക്കോട്ടെ ഒരു മെരിറ്റ് ഉള്ളതുകൊണ്ടാണ് അത് ഇവിടം വരെ വന്നത്. അപ്പോൾ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് സിദ്ധരാമയ്യയ്ക്ക് ഒരു ബ്ലാക്ക് സ്പോട്ട് വീണു. ഞാൻ ഒരു ബ്ലാക്ക് സ്പോട്ടുമില്ലാതെ നിൽക്കുന്നു, DK ശിവകുമാർ. അപ്പോൾ ഞാനല്ലേ യോഗ്യൻ? അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശിവകുമാർ വളരെ ശക്തനായിട്ട് അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ശക്തമായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ വക്താവായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു ബലാബലം നോക്കിക്കഴിഞ്ഞാൽ ശിവകുമാർ മുന്നിലേക്ക് വരികയാണെങ്കിൽ സിദ്ധാരാമയ്യക്ക് പിന്നാക്കം പോകേണ്ടി വരും. അതാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് എത്തിച്ചേരാൻ. ഞാനിത് പറയാനൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് ഒരു സിമിലർ സിറ്റുവേഷൻ, ഇതേ സിറ്റുവേഷൻ കർണാടകയിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. അന്ന് മുഖ്യമന്ത്രി യെദ്യൂരപ്പ, ഇപ്പോൾ സിദ്ധരാമയ്യ. അന്ന് BJP-യുടെ മുഖ്യമന്ത്രി, ഇന്ന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി. അന്ന് കോൺഗ്രസിൻ്റെ ഗവർണർ, ഇന്ന് BJP-യുടെ ഗവർണർ. അന്ന് ഭരദ്വാജ്, അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ പേരുണ്ട്, അതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ടാണ് ഗവർണർ, കോൺഗ്രസ്സുകാരനാണ്. യെദ്യൂരപ്പ മുഖ്യമന്ത്രി. ഇതുപോലെ സ്ഥലം കൊടുത്തത് തന്നെ കേസ്. ഇവിടെ ഭാര്യയ്ക്ക് കൊടുത്തു, അവിടെ മരുമകന് കൊടുത്തു. യെദ്യൂരപ്പ കൊടുത്തത് മരുമകനാണ്. ഇവിടെ മൈസൂർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവിടെ കർണാടക ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത്രയൊക്കെ വ്യത്യാസമൊന്നുമില്ല. ബാക്കി ഇൻ പ്രിൻസിപ്പിൾ കേസുകൾ സെയിമാണ്. യെദ്യൂരപ്പ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കൂട്ടത്തിൽ ഇയാളുടെ മരുമകൻ്റെ ആപ്ലിക്കേഷനുമുണ്ട്. അയാൾ ഓൾറെഡി ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, വ്യവസായിയാണ് അയാൾ, തെറ്റ് പറയാനില്ല. എല്ലാവർക്കും കൊടുത്തപ്പോൾ അയാൾക്കും കൊടുത്തു. പക്ഷേ അത് സ്വജനപക്ഷപാതമായിട്ട് പരിഗണിക്കപ്പെട്ടു. ആ പ്രത്യേക പ്ലോട്ട് അയാൾക്ക് കൊടുത്തതിന് ഇങ്ങനെ ഈ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അതിൻ്റേതായ കുറേ ന്യായങ്ങളൊക്കെ വരും. ഇത് വന്നു. ചുരുക്കി പറഞ്ഞ് ഈ സാധനം ഗവർണറുടെ അനുമതിക്ക് പോയി, വൈകുന്നേരം അനുമതിക്ക് പോയി, രാവിലെ അനുമതി കൊടുത്തു. ഇതേ സിറ്റുവേഷൻ തന്നെ. ഇതിപ്പോൾ വൈകുന്നേരം പോയിട്ട് രാവിലെ കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. അല്ല, എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നൽകപ്പെട്ടിരിക്കുന്ന. മറ്റത് ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ അതോ രാവിലെ കൊടുത്തിട്ട് വൈകുന്നേരം അനുമതി കൊടുക്കും. ഇതിന് ഷോർട്ട് സ്പാൻ കൊടുത്ത് യെദ്യൂരപ്പ രാജിവെച്ചു. അന്ന് രാജിവെക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ യെദ്യൂരപ്പയെ കേന്ദ്രത്തിലുള്ളവർക്ക് അത്ര ഇഷ്ടമല്ല. അരുൺ ജെയ്റ്റ്ലി യെദ്യൂരപ്പയെ എങ്ങനെ വീഴ്ത്തണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ആ സമയത്താണ് ഇത് കയ്യിൽ കിട്ടുന്നത്. മോളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു,
രാജിവെക്കണം ചേട്ടാ. മുകളിൽ ആ അന്തരീക്ഷം ഉണ്ടാക്കിയത് അരുൺ ജെയ്റ്റ്ലിയാണ്. ഈ കേസ് ഉണ്ടാക്കിയത് പോലും അരുൺ ജെയ്റ്റ്ലിയാണെന്ന് പറയുന്നു. അത്രയ്ക്കായിരുന്നു അവർ തമ്മിലുള്ള ശത്രുത ഉള്ളിൽ. എന്ത് വാങ്ങിക്കോട്ടെ, രാജിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജിവെക്കണമല്ലോ. യെദ്യൂരപ്പ രാജിവെച്ചു. രാജിവെക്കുമ്പോൾ ഈ ഇങ്ങനത്തെ പാർട്ടിക്കുള്ളിലെ പ്രശ്നം കൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് ആരും പറയില്ല. ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് രാജിവെച്ചു. ധാർമ്മികതയുടെ പുറത്തായിരുന്നു. ധാർമ്മികത മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ആൾ ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും. യെദ്യൂരപ്പ മാത്രമല്ല, എല്ലാം ഇനിയിപ്പോൾ ഈ പറഞ്ഞ സിദ്ധരാമയ്യ രാജിവെക്കുകയാണ് സാറെന്ന് നോക്കിയോ. രാജാ ഹരിചന്ദ്രൻ കഴിഞ്ഞാൽ അടുത്ത ആൾ ഞാനാണ്. പക്ഷേ അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അഗ്നിശുദ്ധി വരുത്തി ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറയും. അഗ്നിശുദ്ധി കഴിയുമ്പോഴത്തേക്ക് ജീവനോടെ ഉണ്ടാകും. ഒരുപാട് വയസ്സായി സിദ്ധരാമയ്യയ്ക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും രാജിവെക്കുന്നത്. പക്ഷേ ഉള്ളിൽ ഇതായിരിക്കും, ശിവകുമാർ ചിലപ്പോൾ പാരവയ്ക്കുന്ന പോലെയായിരിക്കും. പഴയ കേസിൽ പിന്നെ ഓർമ്മയില്ലേ, യെദ്യൂരപ്പ പാർട്ടി വിട്ടു പോയി. പാർട്ടി വിട്ടു പോയിട്ട് കർണാടക ജനതാ പാർട്ടി ഉണ്ടാക്കി, KJP സകല സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്തി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 8 നിലയിൽ പൊട്ടി. യെദ്യൂരപ്പ അദ്ദേഹത്തിൻ്റെ പവർ കാണിച്ചു. എന്നെ പുറത്താക്കിയാൽ കർണാടകത്തിൽ BJPയുടെ വേര് പറിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. BJP കീഴടങ്ങി. യെദ്യൂരപ്പയെ തിരിച്ചു. യെദ്യൂരപ്പ വീണ്ടും മന്ത്രിയായി, മുഖ്യമന്ത്രിയായി. അതാണ് യെദ്യൂരപ്പ. നിസ്സാര കളികളല്ലേ ഇവർ. അതുപോലെ സിദ്ധരാമയ്യ ഇതുപോലത്തെ ഒരു സംഗതിയിൽ സിദ്ധരാമയ്യ കൃത്യമായിട്ടറിയാം. DK ശിവകുമാർ കത്തിയുമായിട്ട് എപ്പോഴും കൂടെ എപ്പോഴാണ് പള്ളയ്ക്കും കയറ്റുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് സിദ്ധരാമയ്യ ജീവിക്കുന്നത്. സത്യത്തിൽ വാൾത്തലപ്പിലൂടെ ഒരു നടപ്പാണ് ഈ രാഷ്ട്രീയക്കാരുടെ. എപ്പോഴാണ് പിന്നിൽ നിന്ന് കുത്തുവരിക എന്ന് പറയാൻ പറ്റില്ല. പിണറായി വിജയൻ അങ്ങനെയല്ലേ? പിണറായി വിജയൻ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിളായിട്ട് ജീവിച്ചു. അല്ല, ഓരോ നിമിഷവും പിണറായിക്കകത്ത് ആരാണ് പാർട്ടിയിൽ തന്നെ അട്ടിമറിക്കുന്നത് പേടിയുണ്ട്. ചിലപ്പോൾ മറിച്ചൊന്നും വരും. നമ്മൾ അപ്രതീക്ഷിതമായ നിമിഷത്തിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെയൊക്കെ അധികാരം ഇങ്ങനെയാണ്, എപ്പോഴും ഒരു വാൾത്തലപ്പിലാണ് അവർ. അല്ല, ഇവിടെ ഒക്കെ മിക്കവാറും നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന പക്ഷേ അത്തരം വിഷയങ്ങളല്ല. പകരം ധാർമ്മികമായ പ്രശ്നം ഉയർത്തുകയും ധാർമ്മികതയുടെ പുറത്ത് രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ നിലനിൽക്കണോ എന്നൊക്കെയുള്ള പ്രശ്നമായിരിക്കും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോഴുള്ളൊരു വിഷയം, ഇത് കോടതിയുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് കോടതിയുടെ ഒരു സമീപനമുണ്ട്. കോടതിയും ആത്മനിഷ്ഠമായിട്ടാണ് പല ഘട്ടങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഈ വിഷയത്തിൽ കോടതി അങ്ങനത്തെ ഒരു നിലപാടെടുത്താൽ ഇത് വേണമെങ്കിൽ സ്റ്റേ ചെയ്തേക്കാം. സാറേ, ഈ രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഒരു തമാശയുള്ള വിഷയമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആദ്യമായിട്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രി. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യം രാജിവെക്കുന്നത്. ആ രാജി നെഹ്റു അക്സെപ്റ്റ് ചെയ്തില്ല. ഇദ്ദേഹം തുടർന്നു, റെയിൽവേ മന്ത്രിയായിട്ട് തുടർന്നു. ആ അപകടത്തിൽ 143 പേര് മരിച്ചിരുന്നു. പക്ഷേ നെഹ്റു അക്സെപ്റ്റ് ചെയ്തില്ല, പറ്റില്ല, രാജ്യമൊന്നും വയ്ക്കാൻ പറ്റില്ല. 2-3 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത അപകടം, അതാണ് അരിയനല്ലൂർ അപകടം. അതിൽ 2 പേര് കുറവായിരുന്നു, 141 മരിച്ചു. ശാസ്ത്രി വീണ്ടും രാജിവെച്ചു. നെഹ്റു അക്സെപ്റ്റ് ചെയ്തു. നെഹ്റു പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അങ്ങനെയാണ് ആ വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ജവഹർലാൽ നെഹ്റു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഡിമാൻഡ്സ് ദാറ്റ് ഐ അക്സെപ്റ്റ് ഹിസ് റെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് രാജി വാങ്ങിച്ചു. കാലം അങ്ങനെ കടന്നുപോയി. റെയിൽവേ മന്ത്രി നമ്മളുടെ മാധവറാവു സിന്ധ്യ, ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ, അപകടത്തിൽ മരിച്ചുപോയി. പിന്നെ മാധവറാവു സിന്ധ്യ റെയിൽവേ മന്ത്രിയായിരിക്കുമ്പോഴാണ് നമ്മളുടെ പെരുമൺ ദുരന്തം. 100-300 പേര് മരിച്ചു. ഒരു റെയിൽവേ മിനിസ്റ്റർക്ക് രാജിവെക്കാൻ പറ്റിയ സമയമാണ്. അങ്ങേര് രാജിവെച്ചില്ല. 2 മാസം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വകുപ്പ് മാറി. റെയിൽവേ മാറിയിട്ട് വ്യോമയാന ഗതാഗതം കൊടുത്തു, സിവിൽ ഏവിയേഷൻ. റഷ്യയിൽ നിന്ന് എയർ ഇന്ത്യ വാടകയ്ക്കെടുത്തൊരു വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ആൾക്കാരും പൈലറ്റും ഒക്കെ ഇറങ്ങിപ്പോയി. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന് തന്നെ തീ പിടിച്ചു. ആർക്കും പരിക്കൊന്നുമില്ല. വിമാനം നിന്നങ്ങ് കത്തി. ഇതിൻ്റെ പേരിൽ മാധവറാവു സിന്ധ്യ രാജിവെച്ചു. ആരും മരിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. രാജിവെക്കേണ്ട കാര്യം, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ട്രെയിൻ മറിഞ്ഞ് 300 പേര് മരിച്ചിട്ട് ധാർമ്മിക ഉത്തരവാദിത്വം എടുക്കാത്ത ആൾ
ആളില്ലാത്ത ഫ്ലൈറ്റ് കത്തിയപ്പോൾ കത്തിയതിൻ്റെ പേരിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹി വാസ് ഫോളോയിങ് എപ്പാർട്ട് വിത്ത് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുമായിട്ട് അല്പം സ്വരച്ചേർച്ച തുടങ്ങിയിരുന്നു. അപ്പോൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ അതിനുവേണ്ടി ഒരു ഓണറബിൾ എക്സിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ നാണക്കേടുണ്ടാവാതെ പുറത്തിറങ്ങും. ഇതാണ് ചെയ്തത്. ഇതായിരുന്നു ധാർമ്മികതയുടെ അടിസ്ഥാനം. പിന്നെ പിണറായി വിജയൻ്റെ കാലത്ത് എനിക്കറിഞ്ഞുകൂടാ, EP ജയരാജൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് രാജിവെച്ചു, തോമസ് ചാണ്ടി രാജിവെച്ചു, ശശീന്ദ്രൻ രാജിവെച്ചു. എന്തിനെന്ന് ആരോടും പറഞ്ഞില്ല, തിരിച്ചും കയറി. അത് അപ്പോഴേ എന്തിനെന്ന് പറഞ്ഞില്ല. ഈ കോടതികളൊക്കെ പറയുമല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു കാരണം വേണം, പിന്നെ അത് തിരിച്ചാക്കുമ്പോൾ അതിനും കാരണം വേണം. കാരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുക, അല്ലെങ്കിൽ കോടതി പറയും ഇത് ആർബിട്രറിയാണ്, തോന്നിയാസമാണ് നടക്കുന്നതെന്ന് പറയും. വാസ്തവത്തിൽ ശശീന്ദ്രൻ രാജിവെച്ചതും തോന്നിയാസമായിരുന്നു, തിരിച്ചു കയറിയതും തോന്നിയാസമായിരുന്നു. അതിൻ്റെ ന്യായം ഇന്ന് വരെ ആർക്കും അറിയില്ല. എന്തിനു രാജിവെച്ചു? ആ ഒരു മംഗളം ചാനലിൽ വന്നതിനോ? അത് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പാണെന്ന് അദ്ദേഹം ഇന്നുവരെ അതിനെപ്പറ്റി ഒരു അക്ഷരം ശശീന്ദ്രൻ വേണ്ടിയിട്ടില്ല. തിരിച്ച് കയറുമ്പോഴും വേണ്ടിയിട്ടില്ല. ശശീന്ദ്രൻ പറഞ്ഞിട്ടില്ല, തിരിച്ചു കൊണ്ടുവന്ന പിണറായി വിജയനും വേണ്ടിയിട്ടില്ല. ഇതെന്ത് ധാർമ്മികത? അപ്പോൾ വാസ്തവത്തിൽ ധാർമ്മികത എന്ന് പറയുന്നത് മറ്റിവരുടെ ഇടയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ന്യായമായിട്ട് അതിൻ്റെ പുറത്തെടുക്കുന്ന ഒരു കമ്പിളി പതപ്പാണ് ഈ ധാർമ്മികത. അതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ശാസ്ത്രിയുടെ കാര്യത്തിൽ ഞാനങ്ങനെ പറയില്ല, കാരണം അദ്ദേഹം ആ രീതിയിൽ ചിന്തിക്കുന്ന ആളായിരുന്നു. പക്ഷേ ആ പ്രവൃത്തിയോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ട്രെയിൻ മറിഞ്ഞാൽ മന്ത്രി രാജിവെക്കാൻ തുടങ്ങിയാൽ എവിടെ പോയി നിൽക്കും? ഈ മമതാ ബാനർജി വാജ്പേയിയുടെ കാലത്ത് റെയിൽവേ മിനിസ്റ്ററായിരുന്നു. അവർ 2 തവണ രാജിവെച്ചു. 2 തവണയും വാജ്പേയി പറഞ്ഞു നോ ഇത് ഫുളിഷ്നെസ്സാണ്, അങ്ങനെയല്ല, ഒരു നട്ടോ ബോൾട്ടോ ഇളകി പോയെങ്കിൽ നിങ്ങൾ രാജിവെച്ചു. പിന്നെ ഇത് നോക്കുന്നവരാ? നിങ്ങളത് നേരെയാക്കുക, ആ സിസ്റ്റം നേരെയാക്കുക. എവിടെയാണ് ഇറക്കണം അബദ്ധം പറ്റി നോക്കുക. അയാൾ തൂക്കിക്കൊല്ലാനൊന്നും പോകണ്ട, ബട്ട് അബദ്ധം പറ്റാതെ ഇനി ട്രെയിൻ ഓടിക്കാനായിട്ട് നോക്കുക. അല്ലാതെ ട്രെയിൻ മറിഞ്ഞു എന്നാൽ ഞാനില്ല എന്ന് പറയുക. പിന്നെ ഞാനിതാരെ കൊണ്ട് നടത്തും? അതുകൊണ്ട് മമത പോകണ്ടെന്ന് 2 തവണയും വാജ്പേയി അത് അംഗീകരിച്ചില്ല. ഇങ്ങനെ ധാർമ്മിക രാജികൾ കൊണ്ട് നമ്മളുടെ നാട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ ധർമ്മത്തിന് പുറത്തൊന്നുമല്ല. അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് ആ പ്രവൃത്തികളിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ചില അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ ഇങ്ങനെ അപ്രസക്തമാക്കി കഴിഞ്ഞാൽ അവസാനം ഒന്നിനും അർത്ഥമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അതാണിപ്പോൾ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. ആ പ്രവൃത്തികൾക്കൊന്നും വ്യാഖ്യാനങ്ങളില്ല, അർത്ഥങ്ങളില്ല. എന്ന് വെച്ചാൽ വലിയൊരു അസംബന്ധ നാടകമാക്കി രാഷ്ട്രീയത്തെ ഇവരെല്ലാവരും കൂടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം. എല്ലാവരെയും ഒരേപോലെ ആക്കുക. അതാണ്, അത് ശരിയാണ്. എല്ലാവരും ഒരേപോലെ. ഇദ്ദേഹം MN വിജയൻ പറഞ്ഞിട്ടുണ്ടല്ല, എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് ആയി കഴിയുമ്പോൾ പിന്നെ പ്രശ്നം, എല്ലാവരും ഒന്നാമനാകുമ്പോൾ പിന്നെ ഒന്നാമനില്ല. അങ്ങനെ ഒന്നാമനെ ഇല്ലാതാക്കുക. ഉദ്ദേശം ഒന്നാമനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ചെയ്യുന്നത് മറ്റെല്ലാവരെയും കൂടെ ഒന്നാമന്മാരാക്കുക. പിന്നെ ഒന്നാമൻ്റെ കഥ കഴിയും. ആ രീതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് രാഷ്ട്രീയം. കഷ്ടമാണ്, അത് ശരിയാണ്. തിരിച്ചറിവിലേക്ക് പോകാനുള്ള സാധ്യതയും കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.